വെൽക്കം ബാക്ക് ടു സുധീസ് Cookhouse. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് സ്വീറ്റ്സൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വേറൊന്നുമല്ല, നല്ലൊരു റവ കേസരിയുടെ റെസിപ്പിയാണ്. അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കത് വീട്ടിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടും ഒന്ന് കണ്ടു നോക്കുക. അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാനിവിടെ പറയുന്നത് 1 കപ്പ് റവയ്ക്ക് ആവശ്യമായിട്ടുള്ള അളവുകളാണ്. അതിനായിട്ട് ഇപ്പം നമ്മൾ കേസരി തയ്യാറാക്കാനായിട്ട് ഒരു ചൂടുകട്ടിയുള്ള പാത്രം ചൂടാക്കുക. അതിലേക്ക് 1 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് നെയ്യ് എന്നുള്ളതാണ് അളവ്. ഇനിയിപ്പോൾ നെയ്യുടെ അളവ് ഒരുപാട് വേണ്ടാന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് നെയ്യും പിന്നീട് ഏതെങ്കിലും ഫ്ലേവർ ഇല്ലാത്ത എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മുടെ നെയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുക. അപ്പം ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു 50 ഗ്രാമോളം വരും. അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വറുത്തിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കണം. ഇത് അവസാനം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ടാണ്. അപ്പോൾ ഇത് വറുക്കുമ്പോൾ അത് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വറുത്ത് നമ്മളൊരു പ്ലേറ്റിലേക്കോ മറ്റോ മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി നമ്മുടെ നെയ്യിലേക്ക് നമ്മൾ 1 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മൾ ഉപ്പുമാവിനൊക്കെ എടുക്കുന്ന വറുത്ത റവയാണ്. വറുത്തതാണെങ്കിൽ കൂടി നമ്മൾ ഈ നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കുന്നത് നല്ലതാണ്. അപ്പം നമ്മൾ ഇട്ടതിന് ശേഷം നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. കട്ട കെട്ടാത്ത രീതിയിൽ തന്നെ നമ്മൾ ഇളക്കിയെടുക്കണം. ഒരുപാട് അങ്ങ് വറുത്ത് പോവുകയും കളറൊന്നും മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം 1-2 മിനിറ്റ് നേരം ഒന്ന് ചെറുതായിട്ട് മീഡിയം ഫ്ലെയിമിൽ നമ്മളൊന്ന് ഇളക്കിയെടുത്തേച്ചാൽ മതി. നമ്മുടെ റവ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 2 കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് നെയ്യ്, 2 കപ്പ് ചൂടുവെള്ളം, അല്ല തിളച്ച വെള്ളമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം നമ്മൾ ഇളക്കി കൊടുത്ത് റവയൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ആയി വരും. നമ്മൾ ഒരുപാട് നേരമൊന്നും വേണ്ട. വെള്ളം പെട്ടെന്ന് തന്നെ റവ കുടിച്ച് നല്ലതായിട്ടൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക, കട്ട കെട്ടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ റവ ഇവിടെ നല്ലതായിട്ടൊന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ റവയൊക്കെ വെന്ത് നെയ്യൊക്കെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ 2 കപ്പ് പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കറക്റ്റ് മധുരമാണ് 2 കപ്പ് പഞ്ചസാര എന്ന് പറയുന്നത്. അപ്പം ഇത് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമ്മൾ നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഈ സമയത്ത് നമ്മുടെ റവ ഒന്ന് ലൂസായിട്ട് വരും. കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ അതൊന്ന് സെറ്റായി തന്നെ വരും. ഒരുപാട് സമയമൊന്നും നമ്മൾ ഇതിനായിട്ട് എടുക്കത്തില്ല. അപ്പം നമ്മൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതൊന്ന് ലൂസായി കിട്ടും. അങ്ങനെ നമ്മുടെ പഞ്ചസാരയൊക്കെ ഉരുകിയിട്ട് നമ്മുടെ റവയൊന്ന് നല്ല ലൂസായിട്ട് വന്നിട്ടുണ്ട്. നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് നമ്മുടെ കേസരി നല്ലൊരു ഫ്ലേവറോടുകൂടി തന്നെ നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മൾ എടുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ഞാൻ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ അധികം ചേർക്കുന്നില്ല. ഒരു 1/4 ടീസ്പൂണ് ടൊമാറ്റോ റെഡാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇത് കുട്ടികൾക്കൊക്കെ കഴിക്കേണ്ടതായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഫുഡ് കളർ ഇല്ലാതെ ചെയ്തെടുക്കാം. ഇതിന് പകരമായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും നല്ലതാണ്. അപ്പം വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോഴും മാക്സിമം ഫുഡ് കളർ ചേർക്കാതെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ കേസരി റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ട് നമ്മുടെ പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ നമുക്ക് വിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ അത് റെഡി ആയിരിക്കുകയാണ് നമ്മുടെ കേസരി. ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. എന്താ പറയുക, ചൂടോടെ തന്നെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുക. അല്ല, തണുത്തിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ തണുത്തതിന് ശേഷം മുറിച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് നല്ല ഊണൊക്കെ കഴിച്ചതിന് ശേഷം നമുക്കൊരു എന്താ പറയുക സ്വീറ്റായിട്ട് കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, കുറച്ച് സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ മുന്നോട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.